ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ടുള്ളത് ഭയങ്കര ടയേർഡ്നെസ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വീക്കായിട്ടിരിക്കുക, ഒന്നിനും ഒരു സുഖമില്ലാത്ത പോലൊരു ടയേർഡ്നെസ് ആണ് വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് മസിൽ പെയിൻ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ മെയിനായിട്ട് ഹെയർ ഫോൾ വൈറ്റമിൻ ഡിക്ക് കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു സിംറ്റമാണ്. അതുപോലെ നമുക്ക് ഒന്നിനും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. അതുപോലെ ഭയങ്കര മാനസികമായിട്ടൊരു ഡിപ്രഷൻ പോലെ വരിക, മൂഡ് സ്വിങ്സ് വരിക. അതേ കൂട്ട് ഒരുപാട് റിപ്പീറ്റായിട്ട് ഇൻഫെക്ഷൻസ്, പനിയും കാര്യങ്ങളും റിപ്പീറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മസിൽ ക്രാംസ് വരിക. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ബോൺ ഫ്രാക്ചർ അല്ലെങ്കിൽ ബോണിനൊരു പെട്ടെന്ന് ഹീലാവാത്തൊരു കാര്യം വരിക. അതുപോലെ നെയിൽസിന് ബ്രിട്ടിലായിട്ട് വരിക, ഇങ്ങനെ പൊടിഞ്ഞ് പലരുടെയും കണ്ടിട്ടുണ്ട്, നമ്മൾ പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ നെയിൽ നന്നായിട്ട് വളരത്തില്ല, കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് ഇങ്ങനെ പൊട്ടി പോകുന്ന പോലെ വരും. ഇറഗുലറായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക, വളരും പിന്നെയും പൊട്ടും, അതുപോലെ വന്നിരിക്കുക. അതേ കൂട്ട് നമുക്കെന്താ മൊത്തത്തിലൊരു സുഖമില്ലായ്മ വരിക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമുക്കൊന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അറിയണമെങ്കിൽ നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഒരു മിക്സുള്ള മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ഫുഡോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് മാറ്റാവുന്നതാണ്. താങ്ക്